വീട്ടുപറമ്പിൽ നിറയെ പപ്പായ ഉണ്ടായിട്ടും അത് വെറുതെ പാഴായി പോകാറുണ്ടോ? കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ ലൂസ് ഹൽവ തയ്യാറാക്കാമെന്ന് നോക്കാം. പപ്പായ ലൂസ് ഹൽവ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത പപ്പായയാണ് എടുത്തിട്ടുള്ളത്. പപ്പായ ആദ്യം നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം ചെത്തിക്കളയുക. ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് അതിനെ കട്ട് ചെയ്യുക. ഈ ലൂസ് ഹൽവ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. സ്പൂണിട്ട് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഹൽവയാണ് പപ്പായ ഹൽവ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാനിവിടെ യാതൊരു പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കുന്നില്ല. എല്ലാ പപ്പായയും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 പ്രാവശ്യമായിട്ട് അതിനെ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ഇവിടെ എടുത്തിരിക്കുന്ന പപ്പായ നല്ല കളറുള്ള പപ്പായയാണ്. അതുകൊണ്ട് യാതൊരു കളറും ഇതിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. പപ്പായയിലുള്ള കളർ തന്നെ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. 2 സ്റ്റെപ്പായിട്ട് ഇവിടെ പപ്പായ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് പപ്പായയുടെ അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കുറച്ച് നേരം നന്നായിട്ട് അതിനെ ഇളക്കുക. കുറച്ച് നേരം നല്ല തീ കൂട്ടി വെച്ച് കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം തീ നല്ല കുറച്ചതിന് ശേഷം വീണ്ടും ഇളക്കുക. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ വീണ്ടും ഞാൻ 1 സ്പൂണും കൂടി ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഒരു ബൗൾ നിറച്ച് പഞ്ചസാര എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പപ്പായയിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി നല്ല വരണ്ട് വരണം. അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ല പഴുത്ത കളറുള്ള പപ്പായയുണ്ട്. ഹൽവയും നല്ല കളറിൽ കിട്ടും. അതിന് ശേഷം ഒരു 3 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലത് കലക്കി വയ്ക്കുക. അതിന് ശേഷം ഈ പാനിലേക്ക് ഇത് ഒന്നുകൂടി കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് നന്നായിട്ട് അതിനെ ഇളക്കുക. കോൺഫ്ലവർ എല്ലായിടത്തും ആയി നല്ല കുറുകി വരണം. അതുവരെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇടയ്ക്ക് ഞാൻ വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് ഏലക്കാപ്പൊടി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ട് ഇളക്കുക. വീണ്ടും 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ആ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇടയ്ക്ക് വെളിച്ചെണ്ണയും മാറി മാറി ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും നെയ്യും ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. വീണ്ടും ഞാനിവിടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് വീണ്ടും ഇളക്കുക. പപ്പായയുടെ കളർ തന്നെ നല്ലൊരു കളറായിരുന്നു. നല്ല ചുമന്ന കളറാണ്. അതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടുക. ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടുന്നത്.
കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇളക്കുക. ഇതിന് മെയിനായിട്ട് നെയ്യാണ്, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഹൽവ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കുറച്ചും കൂടി നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിൽ നെയ്യ് കടന്നിട്ട് ചൂടോടുകൂടി ഈ പാത്രത്തിലേക്ക് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കും. എല്ലാം കൂടി ഒന്ന് നിരത്തി വയ്ക്കുക. ഒരു സ്പാച്ചില ഉപയോഗിച്ച് അതെല്ലാം കൂടി നിരത്തി വയ്ക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. സെറ്റായി കിട്ടണ്ടേ കുറച്ച് നേരം. തണുത്തതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്പൂൺ ഉപയോഗിച്ച് കോരി കഴിക്കുക. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പപ്പായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.